Namaste and welcome back to my channel. So, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോയിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു DIY ആണ്. ഒരു DIY ഫേസ് വാഷ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് കാണാം. ഈ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫേസ് വാഷ് നമ്മൾ മുഖം വെളുപ്പിക്കാനും മുഖത്തുള്ള കറുത്ത പാട് പോകാനും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഫേസ് വാഷിൻ്റെ ഒരു പ്ലസ് പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ അടിപൊളി DIY ഫേസ് വാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളൻകിഴങ്ങ് ഫുള്ളൊന്നും വേണ്ട, പകുതി മാത്രം മതി. അപ്പോൾ നമ്മൾ ആ പകുതി ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് മിക്സിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് വച്ചിട്ടില്ല നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസ് ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസിൻ്റെ കളർ ഇച്ചിരി ലൈറ്റായിട്ടുള്ള ഒരു കളറാണ്. ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കളർ കുറച്ചും കൂടെ ചേഞ്ച് ആയിട്ട് ഒരു ഡാർക്കായിട്ടുള്ള ഒരു കളറാകും. അപ്പോൾ നമ്മൾ നാരങ്ങ നീരൊഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്, സോപ്പാണ്. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഫേസ് വാഷിൻ്റെ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡോവിൻ്റെ സോപ്പാണ്. നിങ്ങളും ഇത് തന്നെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡോവിൻ്റെ സോപ്പാണ്. ഈ ഡോവിൻ്റെ സോപ്പ് ഞാൻ എടുത്തിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുഖത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സോപ്പ് തന്നെയാണ് നമ്മൾ ഡോവിൻ്റെ സോപ്പ്. ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുഖം നന്നായിട്ട് സ്മൂത്തൻ ചെയ്യാനും നന്നായിട്ട് ബ്രൈറ്റൻ ആകാനും ഡോവിൻ്റെ സോപ്പ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഡോവിൻ്റെ സോപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവത്തിൽ വെച്ചിട്ട് ഇതേപോലെ ക്രഷ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം. നമ്മൾ സോപ്പ് ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സോപ്പിൻ്റെ പൊടി നമ്മൾ ഉരുളൻകിഴങ്ങും നാരങ്ങയുടെ ജ്യൂസിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡോവിൻ്റെ സോപ്പല്ല വേറെ ഏതെങ്കിലും സോപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മളെ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റണ ഏതെങ്കിലും ഒരു സോപ്പായിരിക്കണം. അത് മാത്രമേ നമ്മൾ മുഖത്ത് തേക്കാവൂ. അപ്പോൾ നമ്മൾ സോപ്പും ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസും നാരങ്ങ നീരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നമ്മൾ മുഖത്തൊന്നും തേക്കേണ്ട, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിലോട്ട് തേക്കുന്നത്. ഇത് ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് തേക്കുകയാണ്. സോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഫേസ് വാഷ് തേച്ചിട്ട് ഇതേപോലെ കഴുകി കളയണത്. ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിൽ കാണാൻ പറ്റും എത്ര ഡിഫറൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. 2 കയ്യിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഫേസ് വാഷ് നമുക്കൊരു കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫേസ് വാഷ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് നമ്മളെ മുഖത്ത് തേക്കാൻ പറ്റില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ കയ്യിൽ തേച്ച് കാണിച്ചു തന്നത്. ഇത് നമ്മളൊരു 6 മണിക്കൂർ എങ്കിലും നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത് ഉണ്ടാക്കിയതിന് ശേഷം എന്നിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കിത് നമ്മളെ മുഖത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഞാൻ 6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് എങ്ങനെ വേണം അവിടെ വെക്കാം, റൂം ടെമ്പറേച്ചറിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. 6 മണിക്കൂർ നമ്മൾ വെക്കുമ്പോഴേക്കും ഈ ഫേസ് വാഷ് ഒരു പ്യുവർ വൈറ്റ് കളറിലാകും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല നമ്മൾ ഫേസ് വാഷ്. ഇത് ഞാൻ 6 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് എങ്ങനെ വേണം അങ്ങനെ വയ്ക്കാം, റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പക്ഷേ ഇത് 6 മണിക്കൂർ വച്ചിട്ട് മാത്രം ഇത് നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ 6 മണിക്കൂറിന് മുമ്പ് നമ്മൾ ഈ ഫേസ് വാഷ് എടുത്ത് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഒരു ക്രീമി കളറായിരിക്കും. പക്ഷേ 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഒരു പ്യുവർ വൈറ്റ് കളറാകും. അതേപോലെ തന്നെ 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഫേസ് വാഷ് നന്നായിട്ട് തിക്കായിട്ടിരിക്കും. പക്ഷേ നേരത്തെ ഇത് ഭയങ്കര തിന്നായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മളെ ഫേസ് വാഷ് ഇത് നമുക്ക് നമ്മളെ മുഖത്തോട്ട് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പച്ചവെള്ളത്തിൽ നമ്മളെ മുഖം ഒന്ന് കഴുകാം. പിന്നെ ഈ ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇത് നമ്മളെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് പോകാനും സൺബേൺ പോകാനും പിഗ്മെൻറ്റേഷൻ പോകാനും ഇത് ഹെൽപ്പ് ചെയ്ത് നമ്മളെ മുഖം നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് നാരങ്ങ. അത് നമ്മളെ മുഖം വെളുപ്പിക്കാനും നമ്മൾ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡവ് സോപ്പ് വേണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സോപ്പായിരിക്കണം നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഡവ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അത് നമ്മളെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കിതിൻ്റെ നല്ല റിസൾട്ടിനെ കാണാനും പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.